ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹംപിയിൽ പോയതാണ് അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലേ? അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹംപിയിലുള്ള സെക്കൻഡ് ഡേ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി. അതെന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ് ഗൈസ്. നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് റെഡി ആയതിനു ശേഷം നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലത്തൊക്കെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അതാണ് നമ്മളുടെ പ്ലാൻ. പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ റൂം ടൂർ കാണിച്ചു തരാം. പിന്നെ റൂമിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും ആണ് ഉണ്ടായിരുന്നത്. ഒരു 3-4 പേർക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നല്ല റൂമായിരുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് നല്ല തണുപ്പൊക്കെ കിട്ടുന്ന നല്ല ഓല കൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള റൂമായിരുന്നു വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അഞ്ജനാദ്രി ഹില്ലിലേക്കായിരുന്നു. പോകുന്നതിന് മുന്നേ വരെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ അവിടെ പോയിട്ടുണ്ട് കോളേജിൽ നിന്ന് ടൂർ പോയപ്പോൾ. അവിടെ പോയതിന് ശേഷം ആ ഒരു സ്റ്റെപ്സ് കയറുമ്പോഴും ഒക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെയായിരുന്നു. പണ്ട് നമ്മളിങ്ങനെ ഓടി കയറുമായിരുന്നു കോളേജിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയ സമയത്ത്. മുന്നത്തെ കാലത്ത് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പോയപ്പം അവിടെ കയറുന്നതിന് മുന്നേ നമ്മൾ ഷൂവും ചെരുപ്പൊക്കെ അവിടെ ഇങ്ങനെ അവര് വാങ്ങി വെക്കും. കയറി അങ്ങനെ വലിയൊരു ദൂരമൊന്നുമില്ല. പക്ഷെ ഒരുപാട് അമ്മമ്മമാരും അച്ഛന്മാരും ഒക്കെ കയറുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്റ്റെപ്സ് ഒക്കെ കയറി മുകളിൽ എത്തുന്നവരേക്കും നമുക്കിങ്ങനെ ആ ഒരു ശ്രീറാം ജയറാം ആ ഒരു പ്രെയർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത് മാത്രമല്ല, ആ കയറുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ സ്റ്റെപ്സ് ഒക്കെ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ അവിടെ ഒരു ചെറിയൊരു അമ്പലമാണ് ഉള്ളത്. പക്ഷെ അവിടെ ആഞ്ജനേയ സ്വാമീൻ്റെയും രാമൻ്റെയും സീതൻ്റെയും ഒക്കെ സ്റ്റാറ്റ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അവിടെ ഒരുപാട് പേര് പൂജ കഴിപ്പിക്കും, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അവിടുന്ന് ആ മലയൊക്കെ ഇറങ്ങി അപ്പുറത്ത് എന്താണെന്നൊക്കെ നോക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി കുറേ പാറേൻ്റെയും മലേൻ്റെയും ഒക്കെ മുകളിൽ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞാണ് ഏറ്റവും കോമഡി എന്ന് പറയുന്നത്, നമ്മൾ ഏതോ റൂട്ടിൽ അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ അമ്പലത്തിലാണ് പോയിട്ടുണ്ടായത്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കേക്ക് പാറയുടെ അടുത്ത് പോകുന്ന സമയത്ത് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ വെറുതെ ഫോട്ടോ എടുക്കാൻ കുറച്ചൊന്ന് ഇരിക്കാന്ന് വെച്ച് പോയതാണ്. അപ്പോൾ അതിലേക്കൂടെ കുറേ താഴേക്ക് ഇറങ്ങുന്നതാണ്. അപ്പം നമ്മൾ ആ വഴി നേരെ താഴെ ഇറങ്ങി. ഇപ്പം നമ്മൾ വിചാരിച്ച എൻട്രൻസ് നേരെ ഓപ്പോസിറ്റ് നമ്മളെത്തി. ഇനി ഈടുന്ന് എങ്ങനെ അങ്ങോട്ട് എത്താൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ശരിക്കും പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെയാണ് ഈ ഒരു ട്രിപ്പിന്റെ ഒരു രസം. അങ്ങനെ ഫൈനലി നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമ്മൾ എത്തി. എങ്ങനെയെങ്കിലും എൻട്രൻസ് എത്തണമെന്നായിരുന്നു. നമ്മൾ ഏതൊക്കെയോ വഴിയിലൂടെ വരുമ്പം അവിടെയുള്ള ചേച്ചിമാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ഈ വഴി പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയായിരുന്നു ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആഞ്ജനേയ സ്വാമീൻ്റെ ആയതുകൊണ്ടായിരിക്കാം അവിടെ ഫുള്ള് കുരങ്ങന്മാരായിരുന്നു. നമ്മുടെ ഈ അവിടത്തേക്ക് മല കയറി പോയി ആ അമ്പലത്തിലേക്ക് പോകുന്നവർ പൂജക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കലായിരുന്നു അവരുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. ഹലോ, നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. ഇനിയിപ്പോ നമ്മൾ നേരെ ലോട്ടസ് മഹൽ, നമ്മളിപ്പോ എത്തിയത് മറ്റേ ക്യൂൻസ് ബാത്ത്, ലോട്ടസ് മഹല്, പിന്നെ ശിവ ടെമ്പിൾ, ഇതെല്ലാം കാണാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നേരെ നമ്മൾ അങ്ങോട്ട് വന്നു. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ഇത് വലിയൊരു സ്ഥലമാണ്, ഒരുപാട് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ അങ്ങനെ നേരെ ഇവിടെ എത്തി. നമ്മളിപ്പോ ആദ്യം നമ്മൾ പോകുന്നത് ഈ പാൻ സുപ്പാരി ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ പാൻ സുപ്പാരി ബസാർ എന്ന് പറയുന്നത് ഹംപിയിലെ തന്നെ നമ്മളുടെ ഒരു വിജയനഗര എംപയറിന്റെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഈ ഹസാര റമ ടെമ്പിളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അവിടെയുള്ള എല്ലാ ആർക്കിടെക്ചറും എല്ലാ ബിൽഡിങ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഇത് അമ്പലത്തിനുള്ളിലേക്ക് കയറി പോകുന്നൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. കാരണം അതേ രീതിയിൽ പ്രതിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവർ ഈ തൂണുകളിലും ഒക്കെ വരച്ചു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് എല്ലാവരും ഒരു ജനൽ പോലത്തെ സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും അവിടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒന്നുമില്ല, അവിടെ ഒരു ഓപ്പൺ സ്പേസ് പോലെ വെച്ചതാണ്. അവിടെ ഒരു വിൻഡോ പോലെ അവിടെ ഒന്നും കവർ ചെയ്യാണ്ട് ഒരു ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ നമ്മളും കുറേ നേരം ഇങ്ങനെ ഓരോരോ ശില്പങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ചൊന്നും അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഒരു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടുത്തെ അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെയും ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ ഇങ്ങനെ ശില്പങ്ങളും അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ പണ്ടത്തെ
അവിടെയുള്ള ആൾക്കാരുടെയും ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മളത് ജസ്റ്റ് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കാൻ നിൽക്കുക, നമ്മൾ ജസ്റ്റ് അതിലൂടെ ഒന്ന് കണ്ടുപോയതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അവിടെ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയാലും മലയാളീസിനെ കാണുമെന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെയും ചുറ്റും മൊത്തം മലയാളീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലോട്ടസ് മഹലിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ലോട്ടസ് മഹൽ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ വേറൊരു ബിൽഡിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത്. നമുക്ക് അവിടെ നിന്ന് എവിടുന്ന് നോക്കിയാലും നമുക്ക് ഒരേ രീതിയിൽ അതിൻ്റെ ഷേപ്പ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് ഇപ്പം നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡൊക്കെ നമുക്ക് ഒരുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്നും എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമുക്ക് എവിടെ പോയാലും ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരിക്കും. അങ്ങനെയാണ് ഹംപി എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. ഞാൻ എപ്പോഴും കൂടുതലും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. എത്ര ആൾക്കാരുണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും അവിടെ നമ്മളൊരു കാമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഏറ്റവും അടിപൊളി സ്ഥലം തന്നെയാണ് ഹംപി എന്ന് പറയുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ബാംഗ്ലൂർ തിരിച്ചെത്തണം. അതുകൊണ്ട് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിയിലും അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ വിൻമിൽസ് ഉണ്ടായിരുന്നു. ഒരുപാട് വിൻമിൽസ് ഉണ്ടായിരുന്നു ആ ഒരു വഴിയിൽ. എന്തായാലും 2-3 ദിവസം നമ്മൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഹംപിയൊക്കെ അടിച്ചു പൊളിച്ചു. അത്രയൊക്കെ നമുക്ക് ഹംപിയിൽ കാണാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പം ഇനി പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.